ഒരു കാലത്ത് കേരളമാകെ ഇളക്കിമറിച്ച സംഭവമായിരുന്നു ഗുരുവായൂരപ്പന്റെ തിരുവാഭരണങ്ങളുടെ തിരോധാനം. 1985 മാർച്ചിൽ അന്നത്തെ മേൽശാന്തി സ്ഥാനമൊഴിഞ്ഞ സമയത്താണ് തിരുവാഭരണങ്ങൾ നഷ്ടമായ വിവരം അറിയുന്നത്. അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനു നേരെ വിഷയം കത്തിപ്പടർന്നു. 1985 ഏപ്രിൽ 1 ക്ഷേത്രത്തിൽ മേൽശാന്തിയായി തീയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ചുമതലയേറ്റു. സ്ഥാനമൊഴിയുന്ന മേൽശാന്തിയും ഓദിക്കനുമായ കക്കാട് ദാമോദരൻ നമ്പൂതിരിയിൽ നിന്ന് കച്ചീട്ട് പ്രകാരം ഭഗവാന് ചാർത്താനുള്ള ആഭരണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ 3 മാലകളുടെ കുറവ് കണ്ടു. 45 ഗ്രാം തൂക്കമുള്ള മഹാലക്ഷ്മി മാല, 96 ഗ്രാം തൂക്കമുള്ള നീല, പച്ച, ചുവപ്പ് കല്ലുകൾ പതിപ്പിച്ച 2 വരി മാല, ചുവന്ന കല്ലുകൾ പതിച്ച 60 ഗ്രാം നാഗപടത്താലി എന്നിവയാണ് കാണാതായത്. ഒരു ഭക്ത വഴിപാടായി സമർപ്പിച്ചതായിരുന്നു ഈ 3 മാലകളും. 1985 ഏപ്രിൽ 13 ദേവസ്വം പോലീസിൽ പരാതി നൽകി. ആഭരണങ്ങളുടെ സൂക്ഷിപ്പ് ചുമതലയുള്ള മേൽശാന്തി ദാമോദരൻ നമ്പൂതിരിയെയും മകൻ ദേവദാസനെയും പ്രതിയാക്കി കേസെടുത്തു. ദാമോദരൻ നമ്പൂതിരിയിൽ നിന്ന് നഷ്ടപരിഹാരമായി 50,000 രൂപ ദേവസ്വം ഈടാക്കി. ഡൽഹിയിൽ പോളിഗ്രാഫ് പരിശോധനയടക്കം നടത്തി. കേരളത്തിലെ 2ാമത്തെ പോളിഗ്രാഫായിരുന്നു അന്ന് നടന്നത്. പക്ഷേ കുറ്റം തെളിയിക്കാനായില്ല. നടപടികൾ തുടരുന്നതിനിടെ ദാമോദരൻ നമ്പൂതിരി മരിച്ചു. 1985, 1990, 2007 വർഷങ്ങളിൽ ദേവപ്രശ്നം നടത്തിയപ്പോഴെല്ലാം തിരുവാഭരണങ്ങൾ മണിക്കിണറ്റിലുണ്ടെന്ന് ദേവജ്ഞർ പറഞ്ഞിരുന്നു. 1993 തെളിവില്ലാതെ കേസ് വെറുതെ വിട്ടു. തിരുവാഭരണം ക്ഷേത്രത്തിലെ മണിക്കിണറ്റിലുണ്ടെന്ന് കാണിച്ച് 1994 ജൂലൈയിൽ തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് അജ്ഞാതന്റെ കത്ത് ലഭിച്ചു. ഇതിനിടെ ഒരു തവണ മണിക്കിണർ വറ്റിച്ചിരുന്നു. വെള്ളം മോശമായതിനാൽ 2013 മാർച്ചിൽ മണിക്കിണർ വീണ്ടും വറ്റിച്ചു. 2014 ഏപ്രിൽ 25 പരിചയസമ്പന്നരായ കിണർപ്പണിക്കാരെ വരുത്തി ചെളികോരി. നഷ്ടപ്പെട്ടതിന് സമാനമായ നാഗപടത്താലിയും പാലക്കാമാലയുടെ 15 കഷ്ണങ്ങളും ചെളിയിൽ നിന്നും കിട്ടി. നഷ്ടപ്പെട്ട മാലയാണെന്ന് തന്ത്രിയും ദേവസ്വം അധികൃതരും സ്ഥിരീകരിച്ചതോടെ ലോക്കറിലേക്ക് മാറ്റി. നഷ്ടപ്പെട്ട കൂടുതൽ ആഭരണം തേടിയുള്ള അന്വേഷണവും ആരാണിവ കിണറ്റിലേക്കിട്ടതെന്ന അന്വേഷണവും ഇതോടെ തീർത്തും മന്ദഗതിയിലായി. പ്രിയദർശൻ, ടി ദാമോദരൻ, മോഹൻലാൽ കൂട്ടുകെട്ടിൽ 1988 പുറത്തിറങ്ങിയ ആര്യൻ, ഇതേ കൂട്ടുകെട്ടിൽ 1991 പുറത്തിറങ്ങിയ അദ്വൈതം സിനിമകളിൽ തിരുവാഭരണ വിവാദം വിഷയമായിരുന്നു.